അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അബ്ദുറഹീം ഊർപ്പള്ളിയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ കേരളക്കരയിൽ ഏകദേശം 4-4.5 കോടി ജനങ്ങളുണ്ട്. ആ 4.5 കോടി ജനങ്ങളിൽ വെറും 1000 ജനങ്ങൾ മാത്രം ചെറുതായിട്ടൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെയ്തെടുക്കാവുന്ന ഒരു വലിയൊരു സ്വപ്നത്തിൻ്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഊർപ്പള്ളി എന്നൊരു കൊച്ചു മഹലിൽ ഒരു പാവപ്പെട്ട നിർധരരായ ഒരു കുടുംബത്തിന് വേണ്ടി ഊർപ്പള്ളിയിലെ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിൻ്റെ പ്രവർത്തകർ അണിയിച്ചൊരുക്കുന്ന ഒരു വീടിൻ്റെ കുയ്യാട്ടിയാണ്. അതായത് അതിൻ്റെ ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ പിന്നിൽ കാണുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ട് ഏകദേശം 2 മാസത്തോളമായി. അപ്പോൾ നമ്മൾ ഈ പരിശുദ്ധ റമദാനിന് ശേഷം ഇതിൻ്റെ വീട് പണിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. കേരളക്കരയിലുള്ള 4-4.5 കോടി ജനങ്ങളിൽ 1000 പേർ 1000 രൂപ വെച്ചുകൊണ്ട് ഈ ഒരു കുടുംബത്തിന് വേണ്ടി എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കി നമുക്ക് ഈ വീട് കുടുംബത്തിന് കൈമാറാൻ വേണ്ടി സാധിക്കും. ഈ പരിശുദ്ധമായ റമദാനിൽ ഈ വീട് പണിക്ക് വേണ്ടി നിങ്ങൾ തരുന്ന ഓരോ സംഖ്യകളും, നിങ്ങൾ തരുന്ന ഓരോ സദക്കകളും, ഓരോ സഹായങ്ങളും നിങ്ങൾക്ക് നാളെ പടച്ചവൻ്റെ മുമ്പിൽ നല്ലൊരു തണലായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീട് എന്നുള്ളത് ഒരു കുടുംബത്തിൻ്റെ സ്വപ്നമാണ്. ഒരുപാട് വ്യക്തികൾ, ഒരുപാട് ജനങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ വീടില്ലാതെ തെരുവുകളിൽ കഴിയുന്ന ദുരവസ്ഥ നമുക്ക് മുന്നിലുണ്ട്. വളരെ പാവപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു വീട്ടിൽ നിന്നും ഒരു കുടുംബത്തിന് വേണ്ടി ഒരു ചെറിയൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ആ ഒരു കുടുംബത്തിൻ്റെ ദയനീയമായ അവസ്ഥ നിങ്ങൾക്കെല്ലാവർക്കും, ഒരുപക്ഷെ ഈ കുടുംബത്തെ അറിയുന്നവർക്കെല്ലാം വളരെ ദയനീയമായ കാഴ്ച അറിയാവുന്നതായിരിക്കും. ഈ കുടുംബം ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഊർപ്പള്ളി മഹലിലെ ഈ ഒരു കുടുംബത്തിൻ്റെ ദയനീയമായ അവസ്ഥ കണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ മഹലിലുള്ള ഒരു ഹാജിക്ക ഈ ഒരു വീടിന് വേണ്ടി 5 സെൻറ്റ് സ്ഥലം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ കുയ്യാട്ട കയറിയിട്ടുള്ളത്. അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീട് പൂർത്തിയാക്കണം. ഈ വീട് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഈ ഒരു കുടുംബത്തിന് കൈമാറേണ്ടതുണ്ട്. വളരെ ബുദ്ധിമുട്ടിയ അവസ്ഥയിലാണ് ഈ ഒരു കുടുംബം. ആ കുടുംബത്തിൻ്റെ ഡീറ്റെയിലുകളൊന്നും ഞാൻ വീഡിയോയിൽ വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പേങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്, ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളാലാവുന്ന വിധത്തിൽ നിങ്ങളെക്കൊണ്ട് എങ്ങനെയാണോ എന്താണോ ആക്കാൻ സാധിക്കുക, അയക്കാൻ സാധിക്കുക അത് അയച്ചു തന്നുകൊണ്ട് ഈ വീട് പണി പൂർത്തിയാക്കുന്നതിൽ നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഇതിൻ്റെ അണിയറ പ്രവർത്തകരാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. അപ്പോൾ ഇനി അഥവാ നിങ്ങൾക്ക് ഒരു തരത്തിലും നമ്മുടെ സാമ്പത്തികമായി നമ്മളോട് ചേർന്ന് നിൽക്കാൻ, സഹായം എത്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ പോസ്റ്റ് കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളും ഈ ഒരു വീട് നിർമ്മിക്കുന്ന കാര്യത്തിൽ പങ്കാളികളാവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഊർപ്പള്ളി ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിൻ്റെ കീഴിൽ തുടങ്ങിയ വീടിൻ്റെ കുയ്യാട്ടയാണ് ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളെ സമീപിക്കുവാണ്. നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുവാണ്. വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പഴയ വീടിൻ്റെ വീഡിയോസും കൂടി നമ്മൾ ഇതിനൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി നിങ്ങൾ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണമെന്നും അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീടിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് പ്രവർത്തകർ ഇതിൻ്റെ പിന്നണി പ്രവർത്തകരായിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ ജോലിയും മറ്റും കാരണം വീഡിയോയിൽ വരാൻ പറ്റാതിരുന്നതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് നിങ്ങളെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുകയോ അതല്ലെങ്കിൽ ആ 1000 പേരിൽ ഒരാൾ നിങ്ങളാവാൻ ശ്രമിക്കുകയോ ചെയ്യണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ ഈ വിശുദ്ധ റമദാനിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും ഈ വീടിനെ സഹായിച്ചതിൻ്റെ പകരമായി, ഈ കുടുംബത്തിനെ സഹായിച്ചതിൻ്റെ പകരമായി നാളെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.